അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാഗി എഗ് മസാല നൂഡിൽസ് ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പേസ്റ്റ് ഒന്നും ചേർക്കരുത്, ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ വേണം ചേർക്കാനായിട്ട്. പേസ്റ്റ് ആക്കി ചേർത്താൽ ആ നൂഡിൽസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്നിങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് സവാള. ഇതും 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനകത്തെല്ലാം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ ക്യാരറ്റും 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസോ ക്യാപ്സിക്കം അങ്ങനെ എന്തും ചേർക്കാം. ഇപ്പോൾ സീഡ് മാറ്റിയിട്ടുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്, അതും 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മാഗിയുടെ ടേസ്റ്റ് മേക്കർ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൽ ഉപ്പുണ്ടെങ്കിലും ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നുണ്ട് ഈ വെജിറ്റബിൾസ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഈ ചേർത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം, അതായത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ, അതാണ്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം ഈ മസാല ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നൂഡിൽസ് ഇട്ടതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വരുമ്പോൾ മാഗി ചേർക്കുക. ഇതൊരു പാക്കറ്റാണ് 140 ഗ്രാമിൻ്റെ. ഇതിനിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആ മാഗിയുടെ ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യമേ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ മസാലയുടെ ആ ടേസ്റ്റ് മേക്കറിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങ് പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഈ നമ്മൾ നൂഡിൽസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ടേസ്റ്റ് മേക്കർ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ നൂഡിൽസ് റെഡി ആയിട്ടിരിക്കും. ഇനി എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. അപ്പോൾ തന്നെ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വറ്റി കിട്ടും. അപ്പോൾ നമ്മളുടെ അടിപൊളി എഗ് മസാല മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിലും നല്ല ഈസിയാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഈ ഒരു രീതിക്ക് മാഗി ഇനി മേടിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.